ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കും. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി കനേഡിയൻ ചിത്രത്തിനെയാണ്. 2007 പുറത്തിറങ്ങിയ ഗുഡ് ലക്ക് ചക്ക് എന്ന ചിത്രമാണിത്. ജെസിക്ക ആൽബ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾ മിക്കവർക്കും ജെസിക്ക ആൽബനെ തന്നെ അറിയാമായിരിക്കും. ഫാന്റാസ്റ്റിക് ഫോർ, ഇൻടു ദ ബ്ലൂ, സ്പൈ കിഡ്, സിൻ സിറ്റി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. നല്ലൊരു അടിപൊളി കിണ്ണം കാച്ചി നടിയാണ് ജെസിക്ക ആൽബ. അവളുടെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഇപ്പോൾ തന്നെ കാണൂ. ക്യാം എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചാർലി എന്നൊരു ഡെന്റിസ്റ്റിൻ്റെ കാമുകിയായിട്ടാണ് അവൾ ഈ ചിത്രത്തിൽ വരുന്നത്. ചാർലിയാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ. അവനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അവൻ കൂട്ടുകാരോടൊത്ത് ഒരു ഗെയിം കളിക്കുകയായിരുന്നു. ആ കളി തോറ്റാൽ അവൻ ആ കൂട്ടുകാരൻ പറയുന്നതെല്ലാം അവൻ അനുസരിക്കണമായിരുന്നു. അങ്ങനെ ചാർലി ആ കളി തോൽക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ ചാർലിക്ക് ഒരു പണി കൊടുക്കുന്നു. ക്ലാസ്സിലെ ഒരു വികൃതി പെണ്ണിൻ്റെ കൂടെ ഒരു മുറിയിൽ കുറച്ച് സമയം ചെലവിടാൻ അവനോട് ആ കൂട്ടുകാരൻ പറയുന്നു. ചാർലി അവൻ പറയുന്നത് അനുസരിക്കുന്നു. ചാർലിയും ആ പെൺകുട്ടിയും ഒരു മുറിയിൽ സമയം ചെലവിടുന്നു. കളിമൂടായിരുന്ന അവൾ അവനുമായി പരിപാടി നടത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ചാർലി അതിന് സമ്മതിക്കുന്നില്ല. ദേഷ്യം കയറിയ അവൾ ചാർലിയെ ശപിക്കുന്നു. അവൻ ഏതെങ്കിലും പെണ്ണുമായി പരിപാടി നടത്തിയാൽ ആ പെണ്ണ് പിന്നീട് മറ്റാരോടെങ്കിലും റിലേഷൻഷിപ്പ് ആകുമെന്ന് ആ വികൃതി പെണ്ണ് ശപിക്കുന്നു. അങ്ങനെ ചാർലിക്ക് ഒരിക്കലും ഒരു ട്രൂ ലവ് കിട്ടുകയില്ലെന്ന് അവൾ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് കാണിക്കുന്ന ഡെന്റിസ്റ്റായി ജോലി കിട്ടിയ ചാർലിയാണ്. അവൻ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പല പെണ്ണുങ്ങളുമായി പരിപാടി നടത്തുന്നു. എന്നാൽ അവരെല്ലാം പിന്നീട് അവനെ തേച്ചിട്ട് മറ്റവരോടെങ്കിലും ഒപ്പം കല്യാണം കഴിഞ്ഞു പോകുന്നു. തൻ്റെ ഈ സങ്കടം കൂട്ടുകാരനായ സ്റ്റൂവിനോട് അവൻ പറയുന്നു. വലിയൊരു കളിവീരനായിരുന്നു സ്റ്റൂ. ഇതൊരു അവസരമായി എടുത്ത് നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ നിനക്ക് നല്ല പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് സ്റ്റൂ അവനോട് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് കല്യാണം നടക്കുവാൻ ചാർലിക്ക് ഒരു കളി കൊടുത്താൽ മതിയെന്ന കരക്കമ്പി നാട്ടിൽ പാട്ടായി. ചാർലിക്ക് കസ്റ്റമേഴ്സ് കൂടി. അവൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നു. ഇത് ചാർലിയുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചു. വരുന്നവരെല്ലാം തന്നെ ഒരു സെക്സ് മെഷീനെ പോലെയാണ് കാണുന്നതെന്നും തനിക്കൊരു ട്രൂ റിലേഷൻഷിപ്പ് വേണമെന്നും ചാർലി സ്റ്റൂവിനോട് പറയുന്നു. അങ്ങനെ തനിക്ക് പറ്റിയ ഒരു റിലേഷൻഷിപ്പ് തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ ചാർലി ക്യാമിനെ പരിചയപ്പെടുന്നു. കണ്ട കാഴ്ചയിൽ തന്നെ തൻ്റെ ട്രൂ ലവ് ക്യാം ആണെന്ന് ചാർലി മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ ചാർലിയും ക്യാമും റിലേഷൻഷിപ്പിലാകുന്നു. ഒരു ദിവസം മൂഡ് കയറിയ ക്യാം ചാർലിക്ക് കളി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ചാർലി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. താൻ ക്യാമിന് കളി കൊടുത്താൽ അവൾ മറ്റാരോടെങ്കിലും ഒപ്പം കല്യാണം കഴിഞ്ഞ് പോകുമെന്ന ഭയം ചാർലിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമിന് കളി കൊടുക്കാനുള്ള ആ പ്രക്രിയയിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു. തൻ്റെ ഈ സങ്കടം ചാർലി തൻ്റെ കൂട്ടുകാരനായ സ്റ്റൂവിനോട് പറയുന്നു. സ്റ്റൂ അതിനൊരു പ്രതിവിധി എന്നോണം ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നു. ശരീരം മുഴുവൻ സ്കിൻ റാഷസും അപാരവണ്ണവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. അവളോടൊപ്പം പരിപാടി നടത്തുവാൻ സ്റ്റൂ പറയുന്നു. അവൾക്ക് എന്തൊക്കെ വന്നാലും കല്യാണം നടക്കത്തില്ല. അങ്ങനെ ചാർലിക്ക് മനസ്സിലാകും ഇതൊക്കെ വെറും തോന്നൽ മാത്രമാണെന്ന്. അതായിരുന്നു സ്റ്റൂവിൻ്റെ പ്ലാൻ.
സ്റ്റൂ പറഞ്ഞതനുസരിച്ച് ചാർലി അവൾക്കൊരു ഗംഭീര കളി കൊടുക്കുന്നു. ഒരാഴ്ച ആയിട്ടും അവൾക്ക് കല്യാണം ഒന്നും ആകാത്തതിനാൽ സന്തോഷിച്ച് ചാർലി തൻ്റെ കാമുകിയായ ക്യാമിനെ വിളിച്ചു വരുത്തി പരിപാടി നടത്തുവാൻ പ്ലാനിടുന്നു. അങ്ങനെ അന്ന് രാത്രി ചാർലി ക്യാമുമായി ഗംഭീര പരിപാടി നടത്തുന്നു. പിറ്റേ ദിവസമാണ് ചാർലി അറിയുന്നത് താൻ മുമ്പ് പരിപാടി നടത്തിയ ആ പൊണ്ണത്തടിച്ച് ഒരു പണക്കാരനെ കെട്ടിയെന്ന്. തനിക്ക് പണ്ട് കിട്ടിയ ആ ശാപം ഇപ്പോഴും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ തൻ്റെ പഴയകാല കളിക്കൂട്ടുകാരിയായ ആ വികൃതി പെണ്ണിനെ തപ്പിയിറങ്ങി. അങ്ങനെ അവൻ അവളുടെ വീട് കണ്ടുപിടിക്കുന്നു. അവളോട് അവൻ പണ്ടങ്ങനെ പെരുമാറിയതിന് മാപ്പ് ചോദിക്കുന്നു. താനത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണെന്നും ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നും അവൾ അവനോട് പറയുന്നു. ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണെന്നും താൻ അങ്ങനെ കൂടോത്രമൊന്നും ആരോടും അങ്ങനെ ചെയ്യാറില്ലെന്നും അവൾ പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ചാർലി പിന്നീട് അറിയുന്നത് തൻ്റെ കാമുകിയായ ക്യാം മറ്റാരോടൊപ്പം ഫ്ലൈറ്റിൽ പോകുന്നു എന്നാണ്. ശരിക്കും അവൾ തൻ്റെ ജോലിയുടെ ഭാഗമായി തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളോടൊപ്പം അവൾ യാത്ര പോവുകയായിരുന്നു. ഭയന്നുപോയ ചാർലി എയർപോർട്ടിൽ ചെന്ന് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഉന്തുവണ്ടിയിലിരുന്ന് ചാർലി ഒരു പെണ്ണിനെ എടുത്തടിക്കുന്ന ഒരു സീൻ ഈ ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന് വേണ്ടി വന്ന ഒരു പടുകൂറ്റൻ ഇബോണിയുമായി അവൻ പരിപാടി നടത്തുന്നു. കല്യാണത്തിന് വേണ്ടി വരുന്ന പെണ്ണുങ്ങളെ അടുക്കളയിലിട്ടും കുളിക്കുമ്പോഴും കട്ടിലിട്ടും അടിക്കുന്ന രംഗം ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഈ രംഗത്തിലെല്ലാം നടിമാരുടെ പൂർണ്ണ നഗ്നത തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നടിമാരുടെ തൂങ്ങിയാടുന്ന മുലകളെല്ലാം ആ രംഗത്തിലൂടെ കാണാവുന്നതാണ്. കുളിക്കുമ്പോൾ അടിക്കുന്ന നടിയുടെ പിങ്ക് നിപ്പിൾ ശ്രദ്ധേയമാണ്. അവൻ്റെ വീട് അവൻ കളി കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ കല്യാണ ലെറ്റേഴ്സ് കൊണ്ട് നിറയുന്നു. ചാർലിയുടെ മുൻകാമുകിയായ മെഗാനുമുള്ള കളി അടിപൊളിയാണ് കാണുവാൻ. അടി കഴിഞ്ഞ് കൂർത്ത് വിയർത്ത് നിൽക്കുന്ന അവളുടെ നിപ്പിൾസ് നമുക്കതിൽ കാണാവുന്നതാണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ക്യാം ചാർലിക്ക് എടുത്തു കൊടുക്കുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. അതിൽ നമുക്ക് ക്യാമിൻ്റെ പിങ്ക് നിപ്പിൾസ് കാണാവുന്നതാണ്. ഒരു രംഗത്തിൽ നടിയുടെ തടിച്ച് വിയർത്ത് നിൽക്കുന്ന പൂവ് ജെട്ടിക്കിടയിലൂടെ കാണാവുന്നതാണ്. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അവളുടെ സ്കർട്ട് ഡോറിൽ തട്ടി കീറിപ്പോകുന്നു. അർദ്ധനഗ്നയായ അവളുടെ കുണ്ടിയും പൂവും നല്ല രസമാണ് കാണുവാൻ. ബീച്ചിൽ വെച്ച് കരോൾ എന്ന പെൺകുട്ടിയുമായി ചാർലി പരിപാടി നടത്തുന്നുണ്ട്. ബീച്ചിൽ പബ്ലിക്കായി അവളുടെ കറുത്ത ബ്ര അവൻ ഊരി മാറ്റുന്നു. നടിയുടെ നിപ്പിൾസും മുലയുമെല്ലാം നല്ല രീതിയിൽ അതിൽ കാണാവുന്നതാണ്. അതിനുശേഷം അവൾക്ക് കവുകൾ കളിക്കുവാനായി അവൻ നിലത്ത് കിടക്കുന്നു. റോഡിൽ ചെക്കിങ്ങിൻ്റെ ഇടയിൽ ചാർലിയുടെ ലൈസൻസ് ഒരു പോലീസുകാരി കാണുവാനിടയാകുന്നു. ചാർലി ആ സമയത്ത് വളരെ പോപ്പുലറായിരുന്നു. ചാർലിയെ മനസ്സിലാക്കിയ ആ പോലീസുകാരി അവനോട് കളി ചോദിക്കുന്നു. അങ്ങനെ അവൻ ആ പോലീസുകാരിക്കും കളി കൊടുക്കുന്നു. കടലിൽ കിടക്കുന്ന അവൻ്റെ മേലെ ഇരുന്ന് അവൾ നല്ല രീതിയിൽ അടിച്ചു തീർക്കുന്നു. ഇതൊരു റൊമാൻസ് കോമഡി ടൈപ്പ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കളികൾ കാണുവാനും മനസ്സിലാക്കുവാനും ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 2016 പുറത്തിറങ്ങിയ ഡൗൺ ബൈ ലവ് എന്ന ചിത്രമാണിത്. അഡലി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. അന്ന എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു നടന്ന കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അന്ന എന്ന കൗമാരക്കാരിയായ അവളുടെ സ്വഭാവ സവിശേഷത കൊണ്ട് 4 വർഷത്തേക്ക് അവളെ ജയിലടയ്ക്കുന്നു. വളരെയധികം സുന്ദരിയായിരുന്നു അന്ന. അതുകൊണ്ട് തന്നെ അവളെ പല അന്തേവാസികളും ജയിൽ വാർഡന്മാരും നോട്ടമിട്ടിരുന്നു. എന്നാൽ അവൾ കൊടുത്തതാകട്ടെ ജയിൽ സൂപ്രണ്ടൻ്റായ ജീനിനായിരുന്നു. ജീൻ വിവാഹിതനായിരുന്നു. എന്നാൽ അന്നയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവൻ അതെല്ലാം മറന്നു പോകുന്നു. പതിയെ പതിയെ അവർ തമ്മിൽ പ്രണയം പൂത്തുലയുന്നു. അന്നയുടെ പലതരത്തിലുള്ള കളികൾ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. അതിൽ അവളുടെ റോസ് നിപ്പിൾസും പൂവും കുണ്ടിയുമെല്ലാം
തന്നെ കാണുവാൻ സാധിക്കും. ജീനിൻ്റെ ഭാര്യയായ എൽസയുടെയും കളി ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. പൂർണ്ണ നഗ്നയായി നടന്നു വരുന്ന എൽസയുടെ തൂങ്ങിയാടുന്ന മുലയും രോമാവൃതമായ പൂവും കുണ്ടിയുമെല്ലാം നമുക്ക് അതിൽ കാണാവുന്നതാണ്. ഫ്രഞ്ച് നടിയായതുകൊണ്ട് തന്നെ അവൾക്കും റെഡ് നിപ്പിൾസ് ആണുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2007 പുറത്തിറങ്ങിയ ദ ടീത്ത് എന്ന ചിത്രമാണിത്. ഇതൊരു R-rated ചിത്രമാണ്. അതുകൊണ്ട് അത്തരം നഗ്നത നിറഞ്ഞ കാഴ്ചകൾ ഈ ചിത്രത്തിൽ സുലഭമാണ്. ജെസ് വിക്സ്ലർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഡോൺ എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അടുക്കലായിരുന്നു താമസം. വളരെയധികം സുന്ദരിയായിരുന്നു ഡോൺ. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ അവളുടെ പുറകെ പയ്യന്മാർ നടന്നിരുന്നു. അവൾക്കൊരു സ്റ്റെപ്പ് ബ്രദർ ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ടോബി. നല്ലൊരു കളിവീരനായിരുന്നു അവൻ. കുട്ടിക്കാലത്ത് അവളോടൊപ്പം പൂളിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവളെ വിരലിടുവാൻ ശ്രമിക്കുന്നു. എന്നാൽ വിരലിടുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ എന്തോ കടിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്നു. കുട്ടിക്കാലമായതിനാൽ ടോബി എന്താണ് ചെയ്തതെന്ന് ഡോണിന് മനസ്സിലാകുന്നില്ല. കൗമാരക്കാലത്ത് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു, ബ്രാഡ്. അങ്ങനെ പ്രണയമൂത്ത് അവൾ അവന് കളി കൊടുക്കുന്നു. പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ അണ്ടിക്ക് കടി കിട്ടുന്നു. അണ്ടി അറ്റുപോയ അവൻ പേടിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. തൻ്റെ യോനിക്ക് എന്താണ് പ്രശ്നമെന്നറിയാൻ അവൾ ഡോക്ടർ ഗ്രെഡ്ഫ്രയുടെ അടുക്കൽ പോകുന്നു. പൂർണ്ണ നഗ്നയായി തൻ്റെ മുന്നിൽ കാല് കവച്ച് കിടക്കുന്ന ഡോണിനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ഗോഡ്ഫ്രേക്ക് മൂഡ് കയറുന്നു. പതിയെ അവളെ വിരലിട്ട് സുഖിപ്പിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടറിൻ്റെ വിരലിലും കടി കിട്ടുന്നു. അന്നാണ് അവൾക്ക് മനസ്സിലാകുന്നത് തൻ്റെ അടുക്കലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ റേഡിയേഷൻ വഴി തനിക്ക് എവല്യൂഷൻ സംഭവിച്ച് തൻ്റെ പൂവിൽ പല്ല് വളർന്നുണ്ട കാര്യം. താൻ ആരുമായി കളി കളിച്ചാലും ആ പല്ലുകൾ അണ്ടി കടിച്ചെടുക്കുന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നു. ഒരു അടിപൊളി സൂപ്പർ ചരക്കാണ് ജെസ് വിസ്ലർ. അവളുടെ പൂർണ്ണ നഗ്നത നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അടിപൊളി റോസ് നിപ്പിൾസ് ആണ് അവൾക്കുള്ളത്. നീല കണ്ണുകൾ ഉള്ള അവൾ കണ്ണാടിയിൽ നോക്കി പൂർണ്ണ നഗ്നയായി വിരലിടുന്നു. അതിൽ നമുക്ക് അവളുടെ ക്യൂട്ട് നിപ്പിൾസ് കാണാവുന്നതാണ്. നല്ല അടിപൊളി ഒത്ത ശരീരമാണ് അവൾക്കുള്ളത്. പൂർണ്ണ നഗ്നയായി കട്ടിലിൽ കിടത്തി കാമുകൻ അവളുടെ മൂലയിൽ പിടിച്ച് മസാജ് ചെയ്യുന്ന ഒരു രംഗം ഇതിലുണ്ട്. അതിനുശേഷം ഡീഡോ പോലൊരു സാധനം കയ്യിൽ കടിപ്പിച്ചതിന് ശേഷം അവൾക്ക് വിരലിടുവാൻ അവൻ പോകുന്നു. എല്ലാം ആസ്വദിച്ചുകൊണ്ട് രതിമൂർച്ചയിൽ കിടക്കുമായിരുന്നു അവൾ അപ്പോൾ. അതിനുശേഷം അവൻ അവളുടെ പൂവിൽ അടിച്ചു കയറ്റുന്നു. ഇതൊരു ഡാർക്ക് കോമഡി ഫാൻറ്റസി ത്രില്ലർ ചിത്രമാണ്. ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളയിൽ ഇതൊരു പോൺ മൂവി ആണെന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ അപ്പോൾ പ്രശ്നം കൂട്ടിയിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2024 പുറത്തിറങ്ങിയ സീക്രട്ട് സെക്ഷൻസ് എന്ന ചിത്രമാണിത്. അദീന റെഡ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. കാര എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾക്ക് അമിത കാമാസക്തിയാണ് ഉണ്ടായിരുന്നത്. പല ആണുങ്ങളുമായി അവൾ ശരീരം പങ്കിട്ടിരുന്നു. അവൾക്ക് ഒരു ഫാൻറ്റസി ഉണ്ടായിരുന്നു. തന്നെ ഒരു പരിചയമില്ലാത്ത ആളുകൾ ബലാത്കാരമായി പീഡിപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തണമെന്നാണ് അവളുടെ ആ ഫാൻറ്റസി. കാരയുടെ ഈ ഫാൻറ്റസി അവളെ പല അപകടങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ അവൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുവാൻ തീരുമാനിക്കുന്നു. ഡോക്ടർ എറിക് എന്ന ആളുമായി അവൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. കാരയുടെ കഴപ്പ പിടിച്ച കളിക്കഥ കേട്ട് അവളോട് പരിപാടി നടത്തുവാൻ എറിക്കിന് തോന്നുന്നു. കാണുവാൻ നല്ല മേലി അഴകുള്ള പെണ്ണാണ് കാര. അവളെ കണ്ടാൽ നോക്കാത്ത ആരും തന്നെ ഇല്ല. നല്ലൊരു അടിപൊളി പിഗ്നിപ്പിൾസാണ് അവൾക്കുള്ളത്. ഒരു ഷോർട്സ് കട്ടിട്ട് കൊണ്ടുവന്ന് എറിക്കിൻ്റെ മുകളിലിരുന്ന് കൗകൾ അടിക്കുന്ന കാരയുടെ ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതിൽ ചാടി തുളുമ്പുന്ന കാരയുടെ മുലകൾ കാണാവുന്നതാണ്. നല്ല രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ്
ക്യാര അവന് കളി കൊടുക്കുന്നത്. ഒരു പാർട്ടി രംഗത്തിൽ പൂർണ്ണ നഗ്നയായി എറിക്കിനോടൊപ്പം ഇറങ്ങുന്ന ക്യാരയെ കാണിക്കുന്നു. അവളുടെ കൊഴുത്ത മാറിടവും കൊണ്ടിയും ആ രംഗത്തിൽ കാണാവുന്നതാണ്. പൂളിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവൾ കിസ് ചെയ്ത് എറിക്കിനെ മൂടി പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് പരിസരബോധമില്ലാതെ അവർ അടിച്ചു തിമിർക്കുന്നു. ക്യാരയുടെ മുലകൾ വെള്ളത്തിൽ തൂങ്ങിയാടുന്നത് ആ രംഗത്തിൽ കാണാവുന്നതാണ്. ക്യാര എറിക്കുമായുള്ള കൺസൾട്ടേഷന് വന്നപ്പോൾ അവനെ മൂടി പിടിപ്പിക്കുവാനായി അവളുടെ സ്കർട്ട് അവനെ പോക്കി കാണിക്കുന്നു. ഒരു ആറ്റം ചിറക് തനിക്ക് വീണല്ലോ എന്ന സന്തോഷത്തിൽ അവൻ ഓടിച്ചെന്ന് അവളെ ഫ്രഞ്ച് കിസ് അടിക്കുന്നു. അങ്ങനെ തൻ്റെ ടോപ്പ് ഊരി തൻ്റെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മാറിടം ബ്ലാക്ക് ബ്രായിൽ അവൾ കാണിച്ചു കൊടുക്കുന്നു. ആർത്തി കൊണ്ട് ഇറക്കി അവളുടെ മുലയെല്ലാം ചപ്പി വലിക്കുന്നു. അവളുടെ പിങ്ക് നിപ്പിൾസ് ചപ്പി വലിക്കുന്നത് കാണുവാൻ നല്ല രസമാണ്. അതിനുശേഷം അവനെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് അവനെ വാൾസൻ അടിച്ചു കൊടുക്കുന്നു. അവളുടെ ആ അടിയെല്ലാം അവൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു. അവളുടെ വാൾസിനടിയിൽ രതിസുഖം പൂണ്ട് നിലവിളിക്കുന്ന എറിക്കിനെ ആ രംഗത്തിൽ കാണാവുന്നതാണ്. പൂർണ്ണ നഗ്നയായി കളിച്ചിട്ട് വന്ന് ക്യാര എറിക്കിന് ഊമ്പി കൊടുക്കുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. അതിനുശേഷം അവൾ അവന് മുകളിൽ കയറിയിരുന്ന് അടിക്കുന്നു. അടികൾ പലവിധമായതുകൊണ്ട് തന്നെ പലതരത്തിൽ തൂങ്ങിയാടുന്ന ക്യാരയുടെ മുലകൾ ഈ സീനിൽ കാണാവുന്നതാണ്. എറിക് കേറ്റ് എന്ന പെൺകുട്ടിയുമായി വിവാഹിതനായിരുന്നു. അവൾ അവന് ഊമ്പിക്കൊടുക്കുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. അവൻ അവളുടെ ഊമ്പൽ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ കഴപ്പേറിയ ക്യാര അവന് അവളുടെ ഒരു തിണ്ടുപിടി അടിച്ചു കൊടുക്കുന്നു. കാറിൽ വെച്ച് ക്യാര എറിക്കിന് അടിച്ചു കൊടുക്കുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. അങ്ങനെ അവനെ കഴപ്പ് കയറ്റുവാൻ വേണ്ടി അവൾ തന്നെ ടോപ്പ് ഊരി മുലകൾ പുറത്തിട്ട് കാണിച്ചു കൊടുക്കുന്നു. നല്ല സേലാണ് അവളുടെ മുലകൾ കാണുവാൻ. ആർക്കും കണ്ടാൽ ഒന്ന് ചപ്പി വഹിക്കുവാൻ തോന്നും. എറിക്കിൻ്റെ ഭാര്യ കേറ്റിൻ്റെ പൂർണ്ണ നഗ്ന പ്രദർശനവും ഈ ചിത്രത്തിലുണ്ട്. സോഫയിൽ പൂർണ്ണ നഗ്നായി എറിക്കിൻ്റെ മുകളിലിരുന്ന് അടിക്കുന്ന കേറ്റിനെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ടപ്പ് ടപ്പ് എന്ന ആ അടിയുടെ പവർ കൂടുമ്പോൾ തൂങ്ങിയാടുന്ന അവളുടെ മുലകൾ ഈ സീനിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു സീനിൽ ഒരു മിനി സ്കർട്ട് ധരിച്ചു കൊണ്ടുവന്ന് എറിക്കിനെ മൂടി പിടിപ്പിച്ച ശേഷം അവൾ കളി കൊടുക്കുന്നു. ആ രംഗത്തിലും അവളുടെ പൂർണ്ണ നഗ്നത കാണാവുന്നതാണ്. എറിക്കൊരു പാർട്ടിയിൽ ചെന്ന് രണ്ട് പെണ്ണുങ്ങളുടെ മുലയ്ക്കും പൂവിലും പിടിക്കുന്ന രംഗവും ഈ ചിത്രത്തിൽ എടുത്തു കാണിക്കുന്നു. ഡ്രസ്സിൻ്റെ മുകളിലൂടെ ഞെക്കി വിളിക്കുന്ന ആ രംഗം നല്ല രസമാണ് കാണുവാൻ. തെറി വിളിച്ച് അവരെ മൂടി കയറ്റിയതിന് ശേഷം അവരെ എടുത്ത് അവൻ കളിക്കുന്നു. ആ രംഗത്തിലും അവളുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2024 പുറത്തിറങ്ങിയ ലെസ്ബിയൻ ചിത്രമായ ലാ മാസ് എന്ന ചിത്രമാണിത്. അറ്റാസ്ക മെർക്കാഡോ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. മോണ എന്നൊരു കഥാപാത്രത്തിനെയാണ് അറ്റാസ്ക അവതരിപ്പിക്കുന്നത്. അവൾ ഒരു ലെസ്ബിയനായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ബേക്കറിയിലായിരുന്നു മോണ ജോലി ചെയ്തിരുന്നത്. ഡോൺ എന്നാണ് അവളുടെ അച്ഛൻ്റെ പേര്. അയാൾ വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സെക്ഷുവാലിറ്റി ഒന്നും പുറത്തു പറയുവാൻ അവൾക്ക് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ ബേക്കറിയിലോട്ട് ലെന എന്നൊരു പെൺകുട്ടി ജോലിക്കായി എത്തുന്നത്. അതീവ സുന്ദരിയായിരുന്നു ലെന, അതുപോലെ തന്നെ കഴപ്പിയും. തൻ്റെ മുതലാളിയുടെ മകൾ ലെസ്ബിയനാണെന്ന് മനസ്സിലാക്കി അവൾ മോണയെ പലതരത്തിൽ വളയ്ക്കുവാൻ ശ്രമിക്കുന്നു. അതിൽ അവൾ വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിലുള്ള പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. ലെനയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. പൂർണ്ണ നഗ്നയായി മദ്യപിച്ചുകൊണ്ട് അവനുമായി പരിപാടി നടത്തുന്ന ഒരു രംഗവും ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ആ രംഗത്തിൽ ചാടി തുളുമ്പുന്ന അവളുടെ മുലകൾ കാണാവുന്നതാണ്. മോണ അവളുടെ കാമുകയുമായി വീഡിയോ കോൾ ചെയ്ത് വിരലിടുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. പൂർണ്ണ നഗ്നയായ വസ്ത്രമെല്ലാം ഊരിയതിനു ശേഷം കാമുകയെ മൂടി പിടിപ്പിക്കുവാനായി അവളുടെ മുലകൾ ഞെക്കുന്നു. മൂടി പിടിപ്പിക്കുന്ന പലതരം ഡയലോഗുകൾ അടിച്ചുകൊണ്ടാണ് അവൾ ഈ പരിപാടി ചെയ്യുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം വിരലിട്ട് സുഖിക്കുന്നു. മോണയാകട്ടെ നഗ്നയായ തലയണയുടെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് റബ്ബ് ചെയ്ത് സുഖിക്കുന്നു. മോണ ചെയ്യുന്ന ആ പ്രവൃത്തി കാമുകയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. മദ്യപിച്ച് നൈറ്റ് ക്ലബിൽ മോണ മറ്റൊരു പെൺകുട്ടിയുമായി പരിപാടി നടത്തുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവളുടെ ശരീരഭാഗത്ത്
ഓരോന്നിലും മോണ പിടിച്ചമർത്തുന്നു. നല്ല രസമാണ് ആ രംഗം കാണുവാൻ. അവളുടെ മുലയിലും പൂവിലും റബ്ബ് ചെയ്തതിന് ശേഷം രണ്ടുപേരും സോഫയിൽ ഇരുന്ന് ചുംബിക്കുന്നു. രണ്ടുപേരും വസ്ത്രമെല്ലാം ഊരി പൂർണ്ണ നഗ്നയായി പരിപാടി നടത്തുന്നു. രണ്ടുപേരുടെയും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മുലയും പൂവും ആ രംഗത്തിൽ കാണാവുന്നതാണ്. ബേക്കറിയിൽ വെച്ച് തൻ്റെ കാമുകിയുമായി മോണ കളിക്കുന്ന ഒരു രംഗവും ഈ ചിത്രത്തിലുണ്ട്. അതീവ കഴപ്പിയാണ് മോണയുടെ കാമുകി. അവൾ മോണയുടെ കൈകൾ തൻ്റെ മാരത്തിൽ പിടിപ്പിച്ചുകൊണ്ട് ഞെക്കിക്കുന്നു. അതിനുശേഷം കാമുകി വസ്ത്രമെല്ലാം ഊരി പൂർണ്ണ നഗ്നയാകുന്നു. എന്നിട്ട് തൻ്റെ കൂർത്ത് വീർത്ത് നിൽക്കുന്ന മാരത്തിൽ അവൾ മോണയെ കൊണ്ട് നക്കിക്കുന്നു. അവളുടെ മുകളിൽ കണ്ടാൽ ആർക്കും പിടിച്ചു ഞെക്കുവാൻ തോന്നും. അത്ര ചേലാണ് അത് കാണുവാൻ. മോണ അവളുടെ ആ സോഫ്റ്റ് മുടിയിൽ പിടിച്ചു ഞെക്കിക്കൊണ്ടിരിക്കുന്നു. മോണയെ വ്യവസ്ഥയാക്കിയതിനു ശേഷം അവർ പരസ്പരം ചുംബിച്ച് കളിക്കുന്നു. കാമുകിയുടെ ആ വിരിഞ്ഞ മാരത്തിൽ ചപ്പി വലിക്കുന്ന മോണയെ നമുക്ക് ആ രംഗത്തിൽ കാണാവുന്നതാണ്. അതിനുശേഷം മോണ തൻ്റെ കാമുകിയെ വയസ്സിനടിച്ചു കൊടുക്കുന്നു. കാമുകിയുടെ നഗ്നമായ ആ ശരീരത്ത് ബട്ടറും തേനും ഒഴിച്ചതിന് ശേഷം അതെല്ലാം മോണയും നക്കി വടിച്ചെടുക്കുന്നു. കാമുകി മോണയെ തിരിഞ്ഞ് കിടത്തിയതിന് ശേഷം വിരലിട്ട് സൂചിപ്പിക്കുന്നു. എന്നിട്ട് അവളുടെ ശരീരത്തിൽ മുഴുവൻ ബട്ടറും തേനും ഒഴിക്കുന്നു. പിന്നീട് അതെല്ലാം അവളുടെ കാമുകി നക്കി വലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മോണയുടെ മുലഞ്ഞെട്ടുകൾ പിടിച്ച് കാമുകി ഇറുക്കി തിരിച്ച് അവളുടെ രതിസുഖം വർദ്ധിപ്പിക്കുന്നതും നമുക്കതിൽ കാണാവുന്നതാണ്. രണ്ടുപേരും പരസ്പരം വിരലിട്ട് നിലവിളിക്കുന്നത് നമുക്കതിൽ കാണാം. മറ്റൊരു രംഗത്തിൽ കട്ടിൽ കിടന്ന് പരിപാടി നടത്തുന്ന ഇരുവരെയും കാണിക്കുന്നു. ഒരു റൊമാൻറ്റിക് മൂഡിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ രംഗത്തിലും ഇരുവരുടെയും പൂർണ്ണ നഗ്നത കാണുവാൻ സാധിക്കും. ലെസ്ബിയൻ ആയിരുന്നിട്ടും അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഒരു പയ്യനുമായി മോണ പരിപാടി നടത്തുന്നുണ്ട്. ആ രംഗത്തിൽ മോണയുടെ പൂർണ്ണ നഗ്നത നമുക്ക് കാണാവുന്നതാണ്. വസ്ത്രമെല്ലാം അഴിപ്പിച്ചതിന് ശേഷം അവളുടെ കുണ്ടിക്കടിക്കുന്ന രംഗവും നമുക്ക് അതിൽ കാണാവുന്നതാണ്. മോണയുടെ കാമുകിയായ ലൂസിയെ ഒരുത്തൻ പാർട്ടിയിൽ വെച്ച് പരിചയപ്പെടുന്നു. ലൂസിയുടെ ആകാരഭംഗിയിൽ ആകൃഷ്ടയായ അവൾ അറിയാതെ അവൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു. മയക്കുമരുന്ന് അടിച്ച് മയങ്ങി കിടന്നിരുന്ന അവളെ അവൻ ഒരു ബെഡ്റൂമിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളുടെ വസ്ത്രമെല്ലാം ഊരി അവളെ പൂർണ്ണ നഗ്നയാക്കി അവളെ കാട്ടിൽ കടത്തുന്നു. പാതി ബോധാവസ്ഥയിലായിരുന്ന ലൂസി ഇതൊന്നും അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ലൂസിയുടെ തൊടുത്ത് വീർത്ത മുലയും പൂവും ആ രംഗത്തിൽ കാണാവുന്നതാണ്. എന്നിട്ട് അവൻ അവളെ കിടത്തിക്കൊണ്ട് അടിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോളിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.